കേരള സർവകലാശാലയിൽ ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയ പോര് കടുക്കുകയാണ്. താൽക്കാലിക വിസി സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ ഗവർണർ സ്ഥാനത്തുനിന്ന് നീക്കിയേക്കും. സർവകലാശാല സിൻഡിക്കേറ്റിനെതിരെയും നടപടി രാജ്ഭവൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിയമ പോരാട്ടങ്ങൾക്ക് ഈ വിഷയം വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറേ നാളുകളായി കേരള സർവകലാശാല ഇങ്ങനെ വാർത്തകളുടെ ഒരു കേന്ദ്ര സ്ഥാനത്ത് തുടരുകയാണ്. അത് പെട്ടെന്നൊന്നും അത് മാറില്ല എന്ന് തോന്നുന്നു. ഗവർണറുടെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ നിയമോപദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ എന്തൊക്കെ സുപ്രധാനമായ നീക്കങ്ങളിലേക്കായിരിക്കും ഗവർണർ ചാൻസലർ പദവി ഉപയോഗിച്ച് കടക്കുക? ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ നാടകീയമായ സംഭവങ്ങളെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിന് ഇന്നലെ നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം തന്നെ ഡോക്ടർ സിസ തോമസ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തരമായ റിപ്പോർട്ട് രാജ്ഭവന് കൈമാറിയത്. ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് തന്റെ അനുമതിയില്ലാതെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിന് നിയമസാധുത ഇല്ല എന്നാണ്. താൻ പോയതിനു ശേഷം അവിടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഷനിലായിരുന്ന അനിൽകുമാറിനെ തിരികെ പദവിയിലേക്ക് കൊണ്ടുവന്നതിന് നിയമസാധുത ഇല്ല എന്നാണ് വ്യക്തമാക്കിയത്. പകരം താൻ മിനി കാപ്പനെ രജിസ്ട്രാറുടെ ചുമതലയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അത് ശരിവെക്കുന്ന തരത്തിലേക്ക് ഒരു നടപടി ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കടുത്ത തീരുമാനങ്ങളിലേക്ക് രാജ്ഭവൻ കടക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതായത് രജിസ്ട്രാർ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്ന അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിവെക്കുന്നതുൾപ്പെടെ സ്വാഭാവികമായി അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയായിരിക്കുമോ, അതോ സിൻഡിക്കേറ്റിനെ മുഴുവൻ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് രാജ്ഭവൻ കടക്കുമോ എന്നതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം രാജ്ഭവന് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഗവർണർ കടന്നാൽ അത് സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾക്കായിരിക്കും വഴിവെക്കുക. കേരള സർവകലാശാല ആസ്ഥാനത്തെ ജീവനക്കാരും ഇടത് സംഘടനകളും തുടങ്ങിവെച്ച പ്രതിഷേധം തെരുവിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യമുണ്ടാകും. അത് രാജ്ഭവനിലേക്ക് തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് വരെ നയിക്കുന്ന ഒരു പശ്ചാത്തലമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് ഉണ്ടാകാനിടയുള്ളത്. രാജ്ഭവന് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. ഇനി ഗവർണർക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാം. അങ്ങനെ ഒരു കടുത്ത തീരുമാനം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കുമൊക്കെ ഇടയിൽ റഷ്യയിലേക്ക് പോയ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഒരുപക്ഷെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തെത്തും എന്ന വിവരം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗണവേഷത്തിലുള്ള പോസ്റ്ററൊക്കെ വെച്ചായിരുന്നു ഇന്നലെ SFIയുടെയൊക്കെ ഒരു പ്രതിഷേധം കണ്ടത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ പ്രതിഷേധങ്ങളുടെ ഒരു സാഹചര്യം ഉണ്ടാക്കില്ലേ? ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഇന്നോ നാളെയോ തിരികെ എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ തിരികെ എത്തിയ ശേഷം ഔദ്യോഗികമായ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തും. പക്ഷേ സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾക്ക് സർവകലാശാല ആസ്ഥാനം വേദിയാകും. ഇന്നലെ ഈ വൈസ് ചാൻസലർ രാജ്ഭവന് റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമാണ് ഈ ഗണവേഷത്തിലുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ ഫ്ലക്സ് ബോർഡുകൾ കവാടത്തിൽ, അതായത് സർവകലാശാലയുടെ പ്രധാന കവാടങ്ങളിലടക്കം സ്ഥാപിച്ചുകൊണ്ട് SFI ഉൾപ്പെടെ പ്രതിഷേധം കടുപ്പിച്ചത്. ഇന്ന് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ജീവനക്കാരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് ബന്ദോബസ്തിലായിരിക്കും സർവകലാശാല ആസ്ഥാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നും കേരള സർവകലാശാല ആസ്ഥാനം വാർത്തകളുടെ കേന്ദ്രമായി തുടരുമെന്ന് ഉറപ്പാണ്. ഗവർണർ ഒരു വലിയ നടപടികളിലേക്ക് സിൻഡിക്കേറ്റ് പിരിച്ചുവിടുന്നതടക്കമുള്ള ഒരു കടന്ന കൈയിലേക്ക് പോകുമോ, അതോ സസ്പെൻഷൻ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണോ എടുക്കുക? എന്തായാലും നിയമോപദേശം രാജ്ഭവന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്ത് തീരുമാനമെടുക്കും അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.